ഹലോ ഗൈസ്, ഹലോ, വെൽക്കം ബാക്ക് ടു മാക് വ്ളോഗേഴ്സ്. ഗൈസ്, ഇന്ന് ഞാനും ജഗ്ഗുള്ളൂ വീട്ടിൽ. അപ്പം ഞങ്ങൾക്ക് ഇപ്പം സമയം ഒരു 6 മണിയായി. ഞങ്ങൾ ടെസ്കോയിൽ ഒരു മോപ്പ് മേടിക്കാൻ പോയത്. അന്നേരത്തേക്കും ജഗ്ഗു മറ്റേ എന്നാടി മറ്റേ ബീഫ് ഇങ്ങനെ നൂല് പോലെ ഇരിക്കുന്ന സാധനം അതാണ്. അപ്പം അത് കണ്ട് അത് വെച്ച് ഞങ്ങൾക്ക് ഇവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. അല്ല, അത് വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ ഇന്ന് കട്ട്ലേറ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പം പിന്നെ 2 വീഡിയോയും കൂടെ അങ്ങോട്ട് എടുത്തേക്കാമെന്ന് വെച്ച്. എന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വെച്ചു. അപ്പം ഇനി ഇങ്ങനെ ഞങ്ങൾ ലിവർപൂളിലേക്കും കൂടെ വന്ന് അപ്പോൾ അതിൻ്റെ ആയിട്ട് വീഡിയോ ഇനി 2-3 വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പം ഇതും കൂടെ എടുത്തേക്കാമെന്ന് വെച്ചു. അപ്പം ഒരു നിരയിൽ ഇങ്ങനെ പൊക്കോളുമല്ലോ ഗൈസ്. അപ്പം നേരെ ഇനി വീഡിയോയിലേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്ക് ക്യാമിലൂടെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഒരു പുഴുങ്ങിയത് സെറ്റാക്കി വെച്ചതാണ്. പിന്നെ ഇത് എല്ലാം അരിഞ്ഞ് ഞങ്ങൾ വെച്ചു. എന്നാണ് സബോള. പിന്നെ ഞങ്ങളെടുത്തത് 4 സബോള. അത് ഞങ്ങളുടെ ആവശ്യത്തിന് എടുത്തതാ. സബോള, പച്ചമുളക്, വെളുത്തുള്ളി അവർക്ക് പോലും അറിയാൻ പാടില്ല. ഇതെങ്ങനെയുണ്ട് കഴിച്ച് ഞങ്ങളത്. ശരി, ഇത് എന്നാണ് ഭരണി. ഞങ്ങൾ പൗണ്ട്ലാൻഡിൽ നിന്ന് മേടിച്ച സെറ്റ് ചെയ്ത് വെച്ചത്. ഇത് മറ്റേ എന്നാ ചെറുപയർ. ഇത് ചെറുപയറല്ലേ? ഇത് വൻപയർ. ഇത് ചെറുപയർ, കടല, പഞ്ചസാര, ഉപ്പിന് ഞങ്ങൾക്ക് പാത്രമില്ല ഗൈസ്. പാത്രമുണ്ട്. അത് മറ്റേ നമ്മളിങ്ങനെ ഇതിലിടുന്ന. പിന്നെ ഇത് ഞങ്ങൾ പുതിയ ചീനച്ചട്ടി. ഇതാണ് മേടിച്ചത്. കൊണ്ടുപോവാ. ഞാൻ ഇതിലോട്ട് ഇടാം. നമുക്ക് ഇതൊന്ന് വേവിക്കണം ആദ്യം. നമ്മൾ നോർമലി ബീഫ് വേവിച്ചിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് പകരം നമ്മളിത് ഓൾറെഡി ഇത് മിൻസ്ഡ് ആയിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലയും കൂടി ഇട്ട് നമുക്ക് വേവിക്കാം ആദ്യം. ഇതാട്ടോ ഞങ്ങളുടെ വീട്. അല്ല, ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഞങ്ങളുടെ വീട്ടിലെ കിച്ചൺ ഗൈസ്. അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. കുറച്ച് ഇടുന്നുള്ളൂ. നമ്മളിനി ഇതിനകത്തും പൊടികളൊക്കെ ഇടുമല്ലോ. അത് ഞങ്ങളുടെ പുതിയ മിക്സി ബോഷിൻ്റെ മിക്സി. അത് ദിയ മേടിച്ചോണ്ട് വന്ന മിക്സിയാണ്. പിന്നെ കുറച്ച് മുളക് പൊടി. ഇതെല്ലാം ഞാൻ ഈ ബീഫിലോട്ടൊന്ന് ജസ്റ്റ് ഫ്ലേവർ. ഇത് അർജുൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട മുളക് പൊടിയാണ്. അതിന് നല്ല എരിവുണ്ട്. അത് ഇച്ചിരി ഇട്ടാൽ മതി. അത്യാവശ്യം ബീഫിന് വെക്കുന്ന എല്ലാ പൊടികളും ഞാൻ ഇടുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്ലേവർ ഇതിലോട്ട് പിടിക്കാൻ വേണ്ടിയാ. മല്ലിപ്പൊടി ഇതൊക്കെ എൻ്റെ കണക്കിനാട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ഇച്ചിരി കൂടി ഇട്ടോ, ഒരു ഫ്ലേവറിന്. ബീഫ് മസാല ഇടാം. അത് മതിയോ? പിന്നെ ഞാൻ ഇവിടെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് മീറ്റ് മസാല. ഇത് പൗണ്ട്ലാൻഡിൽ നിന്ന് മേടിച്ച ഉപ്പിയാണ്. മീറ്റ് മസാല ഇട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഇട്ടു. പിന്നെ ഉപ്പ്, കുറച്ച് വെള്ളം. അത് ഒന്ന് ജസ്റ്റ് വേവാനുള്ള മാത്രം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് മസാല മിക്സ് ചെയ്യുക. ഒരു തുള്ളി വെള്ളം വെച്ചാൽ മതി. ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കണം. നമുക്കിവിടെ അല്ലാണ്ടും ഉണ്ട്, പക്ഷെ ഞങ്ങളത് കണക്ഷൻ കൊടുത്തിട്ടില്ല. നമ്മളിപ്പം ലൈറ്റ് ചെയ്താണ് ചതിച്ചു ബേസ് ലൈറ്റ്. മറ്റേ ഇത് മറ്റേ ഇലക്ട്രിക്കാണ്. നമ്മൾ അതിൻ്റെ അടിയിൽ പ്ലഗ് കൊടുത്തിട്ടില്ല. ഇത് പുതിയത് വെച്ചേ ഉള്ളൂ. അപ്പം അതിൻ്റെ പ്ലഗ് അത് കണക്ട് ചെയ്യണം. അത് ഞങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ 2 വിസിൽ അടുപ്പിക്കാം. കുക്കർ നമ്മുടെ പഴയ കുക്കറാണ്. പുതിയ കുക്കർ ഞങ്ങൾക്ക് ഉണ്ട്. പുതിയ കുക്കർ ഞങ്ങൾ 9 ലിറ്ററിന്റെ കുക്കർ ആയതുകൊണ്ട് അതിൽ നമുക്ക് ഭയങ്കര പാടാം. അപ്പൊ ഇതില് വിസില് വരുന്ന സമയം കൊണ്ട് നമുക്ക് സവോളയൊക്കെ സോട്ട് ചെയ്യാം.
നമ്മൾ പാൻ കത്തിച്ചു. ഗൈസ് ഇവിടെ എണ്ണ പാൻ ചൂടായേക്കുവാണ് ഗൈസ്. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്ത് അവിടെ ഞാൻ ടിഷ്യൂ വെച്ചു ഗൈസ്. പിന്നെ തവി എടുക്കാൻ പോകുന്നു. ഞങ്ങളുടെ കിച്ചൺ ഇച്ചിരി ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. പക്ഷേ ഇങ്ങോട്ട് ഹാള് വലിയ ഹാളാണ്. ഇങ്ങനെ വലിയ ഹാളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഓപ്പൺ കിച്ചൺ. അപ്പം ഇവിടെ നിന്ന് പെരുമാറാനൊക്കെ ആയിട്ടുള്ളേ ഉള്ളൂ. അവിടെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഗ്രില്ലടിക്കുക. സമ്മർ സ്റ്റാർട്ട് ചെയ്തോണ്ട് നല്ല ചൂടാണ് ഇന്ന്. ഇന്നിപ്പോ ഓൾമോസ്റ്റ് 23 ഡിഗ്രിയാണ്. നല്ല ചൂടുണ്ട് അത്. അപ്പം അതുകൊണ്ട് എല്ലാരും ഗ്രില്ലിങ് ഒക്കെയാണ്. നമുക്കിവിടെ അവിടെ ബാക്കിൽ ഒരു ഡോറുണ്ട്. നമുക്ക് ഗാർഡൻ ഒരു യാർഡുണ്ട്. ഗാർഡൻ അല്ല, ഒരു യാർഡുണ്ട്. ബാക്ക് യാർഡ്. അപ്പൊ അത് അവിടെ നമുക്ക് വാതിൽ തുറക്കാം. പക്ഷെ അവിടെ തുറന്നു കഴിഞ്ഞപ്പോ പുക കയറി വരുന്നോണ്ട് ഞങ്ങൾ അടച്ചിട്ടേ. ഇപ്പം എണ്ണ ചൂടായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിലിടാം. ഞാൻ ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് സോട്ട് ചെയ്യാം. നമുക്ക് മറ്റേ ഇതിടാൻ മേലെ ആദ്യം സബോളയാ? ഒരു കുഴപ്പമില്ല, ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതിനകത്ത് 2 മല്ലിയെല്ലാം ചാടി വീണു. മറ്റേ വെളുത്തുള്ളിക്കല്ലേ ശരി സബോളക്കല്ലേ ഇത് സമയം വേണ്ടത്. ഉപ്പിടണം. സബോള ഇട്ടിട്ടിടാം. പാത്രം കൊള്ളാം. ഇത് അസ്ജയാണ് മേടിച്ചല്ലേ ഇത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കളറ് മാറി വന്നു. അപ്പോഴത്തേനും ഞാൻ സബോള ഇട്ട് കൊടുക്കാൻ പോവാണ്. കുറച്ച് ചാടിപ്പോയി, മൈൻഡ് ചെയ്യണ്ട. പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ഇടുവാണേ. ഇവിടെയൊക്കെ നീറ്റായിട്ട് താഴെ പോയതൊക്കെ പെറുക്കിയിടുക അതൊക്കെ. പിന്നെ ഞങ്ങളുടെ അവിടെ എല്ലാം ക്ലീൻ ആയി കഴിച്ചു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. സബോള പറ്റുന്ന അത്രയും ചെറുതായിട്ട് അരിയുവാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. ഞാൻ ഇവിടെ സബോള തെന്നി പോവാ കൈ പിടിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ അത്ര ഞാൻ ചെറുതാക്കി. അർജുനുണ്ടായിരുന്നു. ഇപ്പൊ അവനാണ് സബോള അരിയണ. പടപടാന്ന് പറഞ്ഞ അരി. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളെല്ലാത്തിലും ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് നോക്കണം. പറയല്ലേ ലോ ഫ്ലെയിമിലൊന്നുമല്ല. കറിവേപ്പില കായ് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലേ തീർന്നു. ഇത് ഇല്ല, ഇതൊരു പെട്ടി മാറ്റി വെച്ചത്. ഇത് തികയാത്തത് വെച്ചതാ. ഇത് ഞങ്ങള് കൊണ്ടുവന്നു. ഇത് ഒരു മാസത്തേക്ക് തികയുള്ളൂ തോന്നണം. അതനുസരിച്ചാ മാറിപ്പോയി കിട്ടണം. ഇല്ല, ഇത് നമ്മള് നാട്ടിൽ നിന്ന് നമ്മുടെ എന്റെ വീട്ടിലെ കരിവേപ്പിന്ന് പറിച്ച് ഉണക്കി കൊണ്ടുവന്ന സാധനം. എത്ര ഫീസിലടിക്കണം? 2 എണ്ണം അടിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. അതിന് 3 എണ്ണം അടിച്ചിട്ട് നോക്കാം. നല്ല പതപതാർന്നിരിക്കട്ടെ. എന്തായാലും ഇത് നന്നായിട്ട് മറ്റേ പൊടിഞ്ഞ് കിട്ടേണ്ട സാധനമല്ലേ. അങ്ങനെ കുഴപ്പമില്ല. ബീഫ് ഞാൻ ഓഫ് ചെയ്തു. അപ്പൊ ഞാനാണെങ്കിൽ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാൻ പോവാ. അപ്പൊ അതിന്റെ വിസില് പോകുമ്പോഴത്തേനും നമുക്കൊരു പണി ചെയ്യാം. അവിടെ ലൈറ്റ് ഓണാണല്ലോ. അത് ഞങ്ങളുടെ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ജസ്റ്റ് ഗ്യാസ് ഒന്ന് മാറ്റി ഇപ്പുറത്തോട്ട് ഇത് വെക്കാൻ പോവാണ്. വലിയ ഇതിന്റെ ഇതുമാണ് ഇളക്കാനുള്ള കൺവീനിയൻസ്. ഇത് ഇവിടെ ഞങ്ങളുടെ സബോള സോട്ടായിട്ടുണ്ട് ഗൈസ്. സോട്ടായിട്ടുണ്ട്. നീ എന്നാ ചെയ്യാൻ പോണ? നീ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഇനി എടുക്കണോ? തീ സിമ്മിലാക്കി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു. മുളക് പൊടി ഒത്തിരി ഇടണ്ട, ഇതിന് നല്ല എരിവാ. അപ്പം ഞാൻ ഏകദേശം ഒരു
ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടു. മല്ലിപ്പൊടി കിട്ടുന്നില്ല ഗൈസ്. മല്ലിപ്പൊടി ഞാൻ ഒരു 2.25 ഇട്ടു. ഇത്തിരി ഗരം മസാല. പിന്നെ നമ്മൾ ചിക്കൻ മസാല ഇടും, സോറി മീറ്റ് മസാല. ഒരു തുള്ളി കുരുമുളക്. ഇത്രയാണ് പൊടികൾ ചേർക്കുന്നത്. ഇനി ഇത് ചേർത്തിട്ടൊന്ന് പൊടി ചൂടാവട്ടെ. പൊടി ചൂടാവട്ടെ ഗൈസ്. ബീഫ് തുറക്കാൻ പോവാ. നമുക്ക് എല്ലാം അത്യാവശ്യം സോട്ടായി വന്നു. നമുക്ക് ഇനി പടപടയും ചെയ്യാം. നമ്മുടെ ബീഫ് നല്ല ആവിയുണ്ട്, നല്ല ആവിയുണ്ട്. ബീഫ് ഇതായി വെന്തു. നല്ല നെയ്യ് പോലെ ഉണ്ട്, നെയ്യൊക്കെ ഉണ്ട്. നമുക്ക് ഈ ബീഫ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തത്. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ലേ? നല്ല ഇതായിട്ട് വറ്റിച്ചാൽ പോലെ. വറ്റിക്കാൻ പാടാ. ആണോ? ഒത്തിരി ഇന്ന് നല്ല ചൂടാ. ഇന്ന് അയ്യോ ചൂട്. രാവിലെ 10 മണിയായപ്പോഴേ 9:30 ആയപ്പോഴേ ഞാൻ ഇന്ന് എണീറ്റ്. ഞാൻ 6 മണിയായപ്പോൾ എനിക്ക് ഫാൻ തപ്പുന്ന ഫാൻ പോയി ഗൈസ്. നമ്മളാ ഫാൻ മേടിച്ചത് നിങ്ങൾ കളഞ്ഞു. അതിൻ്റെ അഡാപ്റ്റർ മാറ്റി കുത്തികൾ. ഇപ്പോഴാണ് ഉരുളക്കിഴങ്ങ് ഇടുന്നത് ഗൈസ്. ഞാൻ ഇപ്പുറത്ത് വരാം. ഞാൻ ഇത് പൊടിച്ച് സെറ്റാക്കിയത്, കട്ട് ചെയ്ത്. ഉരുളക്കിഴങ്ങ് ഇച്ചിരി കുറഞ്ഞു പോയില്ല. ഓക്കെ. എല്ലാം കൂടെ നന്നായിട്ട് ജോയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. നമുക്ക് കൈ ഇടാൻ പറ്റുന്ന പരുവാകണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതെന്തായി? ഇതിനി തണുക്കാൻ വെക്കണം. ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഉപ്പോറുണ്ട് ടേസ്റ്റ് നോക്കുമ്പോൾ. ബീഫൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെയാണ്. അപ്പോൾ ഇതൊന്ന് ആറാൻ വേണ്ടി ഇരിക്കട്ടെ ഗായ്സ്. അതുവരെ ഒരു ഇടവേള. അങ്ങനെ ഗായ്സ്, നമ്മുടെ ഇത് ഇപ്പോഴാണ് കറക്റ്റ് സെറ്റായി വന്നത്. ആദ്യം ഉണ്ടാക്കിയപ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നം അറിയാൻ പാടില്ല അല്ല ഗൈസ്. ഇപ്പം അതേ കറക്റ്റ് ഷേപ്പൊക്കെ ആയി, കറക്റ്റ് പാകത്തിനായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇടണ്ട, ഞാൻ മുട്ട മുക്കി സെന്ററിൽ ഇടാം. നമ്മള് ഇപ്പൊ കേട്ട കറക്റ്റ് നല്ല രീതിക്ക് റെഡിയായി വരുന്നുണ്ട്. അറിയാൻ പാടില്ല. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇട്ടത്, കണ്ടോ? അത് കറക്റ്റ് രീതിയിൽ വരുന്നുണ്ട്. ഞാൻ അടുത്ത് മുക്കട്ടെ. ഞാൻ അടുത്ത ലാസ്റ്റ് സെറ്റ് മുക്കിയിടാൻ പോവാണ് ഗൈസ്. 2 മുക്കുക, അങ്ങോട്ട് ഇടുക. അതാണ് പറ്റുന്നത്. നല്ല കോട്ടിങ് ഉണ്ട്, സെറ്റുമാണ്. ഇത്തവണ മറ്റേ രീതിക്കാണ് മാറിപ്പോയി, കുഴപ്പമില്ല. ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ എന്താണ് ഓഫ് ഡേയിലെ പരിപാടി. നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഉള്ള ഒരു ഓഫ് ഡേ ഇൻ മൈ ലൈഫ്. അത് ശരിയാണ്. ഇത് പഠിക്കാനുണ്ട്, എന്തൊക്കെയോ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ഞാനെൻ്റെ KFC വീഡിയോകൾ വേണമെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. വർക്ക് ഇൻ മൈ ഡേ, ഇൻ മൈ ലൈഫ്. ഗൈസ്, ഇനി നമ്മളിത് റെഡിയാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് പറയാം കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളിത് വെളിയിൽ സെറ്റ് ചെയ്തു ഗൈസ്. ഞങ്ങളുടെ കട്ട്ലേറ്റ്, ഈവനിങ് കട്ട്ലേറ്റ്. ഇത് ഞങ്ങൾ ഇന്ന് മേടിച്ച മയോണൈസാണ്. അത് സൈഡിൽ ഒഴിച്ചു നോക്കിയപ്പോൾ അങ്ങനെ മയോണൈസ് ഒഴിച്ച് ഞാനിത് ഫോൺ ഇവിടെ വെക്കാം ഗൈസ്.
കട്ട്ലേറ്റ് ഇത് കൊള്ളാം. ഇത് മറ്റേ ഇത് ഞാനുണ്ടാക്കിയത്. ഇത് കണ്ടോ നല്ല ഷേപ്പായിട്ടുണ്ട്. അവിടെ അപ്പുറത്തെ ഒരു ബർഗറും ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു വെളിപ്പെട്ടി. ഈ സോസും കൂടെ വന്നപ്പോൾ അടിപൊളിയാണ്. അതൊക്കെ ഓക്കെ, മറ്റേ നാട്ടിലെ പോലെ. കൊള്ളാം, നല്ല ടേസ്റ്റ്. അപ്പം ഗൈസ് ഞാൻ അടുത്ത കട്ട്ലേറ്റും കൂടെ കഴിക്കാൻ പോവാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ നിർത്തുവാണ് ഗൈസ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.